നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 474 474. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 474 220 സർഗം മാന്ധാന്താവും സൗഭരിയും എന്നുള്ള സർഗത്തിൽ 30ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. എന്തായിരുന്നു അത്? കാലമാകെ വലം കുക്ഷി യുവനാശന്നുകീറവേ ഒരു ഓപ്പറേഷൻ നടത്തി, സിസേറിയൻ. ആ സിസേറിയൻ പിന്നെ രാജാവിൻ്റെ പേര് പറഞ്ഞു, കാലമാകവേ വലം കുക്ഷി യുവനാശന്നുകീറവേ, യുവനാശൻ്റെ വലതുഭാഗം കീറി വയറ്റിൽ. അപ്പോൾ പിറന്നൂതനയൻ ചക്രവർത്തി ജനങ്ങളാർന്നവൻ. ഇപ്പോഴത്തെ സിസേറിയൻ മാതിരിയല്ല അന്നത്തെ കാലത്ത്, ചോര വരില്ല. മനസ്സിലായോ? ഇനി അടുത്ത ശ്ലോകം നോക്കിക്കോളൂ. ആരെ കുടിക്കും കരയും കുഞ്ഞെന്നേ വരുമോതവേ. ആരെ കുടിക്കും, അതായത് ആരാ പാല് കൊടുക്കുക? കരയും കുഞ്ഞെന്നേ വരും മോദവേ എന്നെ എന്നോതി ഇന്ദ്രദേവൻ. എന്നെ എന്നോതി ദേവേന്ദ്രൻ. ഞാൻ അയാൾക്ക് കുടിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞില്ല കേട്ടോ, അത് അണ്ടർസ്റ്റുഡാണ്. ചൂണ്ടാണി വിരൽ ഏകിനാൻ, അതാണ് തൻ്റെ വലത് കയ്യിൽ ചൂണ്ടാണി വിരൽ വായിൽ വെച്ച് കൊടുത്തു. ഇത് കഥയാണെങ്കിലും അല്ലെങ്കിൽ അത് ആ തത്വശാസ്ത്രങ്ങളെ അപഗ്രന്ഥിച്ച് വരുമ്പോൾ വളരെ വളരെ അഗാധമായിട്ടുള്ള അർത്ഥതലങ്ങൾക്ക് പോയാൽ മാത്രമേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കാലിറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ ഇവിടെ ആരെ കുടിക്കും കരയും കുഞ്ഞെന്നേവരും മോദവേ, അവിടെ കൂട്ടി വായിക്കാൻ പോലെ ഒരു മോഡുലേഷൻ വരണം. ആരെ കുടിക്കും കരയും കുഞ്ഞെന്ന നേരത്ത് അപ്പോൾ അതാണ് അവിടെ കോമയൊന്നുമില്ല. നമ്മുടെ ബുദ്ധി വേണ്ട മാതിരി ഉപയോഗിക്കുക. പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടോ, ഇന്ന് മലയാളികൾ ഒരു 50 വർഷം മുമ്പേ എല്ലാവരും സ്റ്റാർ നോക്കിയിട്ട് ജന്മനക്ഷത്രത്തിനാണ് പിറന്നാൾ കഴിക്കുക. ഇന്ന് എന്തോ വിവരം ഇല്ല എന്ന് വേണം പറയാൻ. ഡേറ്റ് ഓഫ് ബർത്തിൽ കോൺസ്റ്റലേഷൻ വ്യത്യാസം വരും. അതാണ്. അപ്പോൾ ഈ ചിലവർ ഇംഗ്ലീഷ് മാസം പൂരം നടത്തുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്ക് അതിൻ്റെ വകതിരിവില്ല എന്നർത്ഥം. ഒന്നില്ലെങ്കിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച ദിവസം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർ നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ ഏതൊരു കാര്യം. ആരോട് പറയും? അപ്പോൾ ഒരു 50 വർഷം മുമ്പേ ഒരു 85% ആൾക്കാർ എങ്ങനെ നിന്നിരുന്നത്. ഇന്ന് 85% ആൾക്കാരും ഡേറ്റ് ഓഫ് ബർത്തിനാണ്. എനിക്കറിയില്ല എന്തോ പറ്റിയെന്നുള്ളത്. അപ്പോൾ അവർക്കിതൊന്നും മനസ്സിലാവില്ല. ഇപ്പം ഞാൻ കേരള ഭാഷോപാസന എന്നുള്ളതാണ് എൻ്റെ സ്റ്റേജ്. ഞാൻ 95 എനിക്ക് എൻ്റെ ഗുരുനാഥൻ തന്നതാണ്. അപ്പോൾ റിട്ടയർ ചെയ്യണതിൻ്റെ മുമ്പ് 17 വർഷം ഞാൻ ആ സ്റ്റേജിലാണ് പോയിട്ടുള്ളത്. ഇപ്പോഴും അതെ. ഇപ്പം ഞാൻ ഈ കൊറോണൻ്റെ ശേഷം ഞാൻ പബ്ലിക്കായിട്ട് പോകാറില്ല. എന്നാൽ എനിക്ക് പറയാൻ അഭിമാനം കേരള ഭാഷോപാസന. കേരളീയർ മലയാളം അറിയാതെ കണ്ട് എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെയൊക്കെ ഇത് കേൾക്കുന്ന എത്രയോ ആൾക്കാരുടെ കുട്ടികളുടെയും പേരക്കുട്ടികളുടെയും സ്ഥിതി തന്നെയാണ്. എന്നാൽ എൻ്റെ കുട്ടിയുടെയും പേരക്കുട്ടിയും ഒരു 75% അവർ മാനേജ് ചെയ്യുന്നുണ്ട് മലയാളം. അതിലെനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആരെ കുടിക്കും കരയും കുഞ്ഞെന്നേവരും മോദവേ എന്നെ എന്നോതി ദേവേന്ദ്രൻ ചൂണ്ടാണി വിരലേകിനാൻ. ഭഗവത് കൃപയാൽ ആരോഗ്യവാനായ നൃപോത്തമൻ. ഭഗവത് കൃപയാൽ ആരോഗ്യം ഭഗവത് കൃപയാണേ. അതാണ്
യാ ദേവി സർവഭൂതേഷു പുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമ. ദൈവിക പരിവേഷമാണ് അതൊക്കെ. ഭഗവത് കൃപയാൽ ആരോഗ്യവാനായ നിർബോത്തമൻ കാട്ടിൽ തപസ് ചെയ്ത് താൻ അണഞ്ഞാൻ പരംപദം. ആര്? യുവനാശൻ കാട്ടിൽ പോയി പരംപദം അണഞ്ഞു. ത്രസിപ്പിക്കും ഇവൻ ദസ്യുക്കളാം രാവണമുഖ്യരെ എന്ന് ഓർത്ത് ഇന്ദ്രൻ ത്രസദ്യസ്യുവെന്നു പേരിട്ടു പൈതലിൽ. ഈ വലതുഭാഗം കുക്ഷിയിൽ നിന്ന് ഭൂജാതനായ കുട്ടിക്ക് ത്രസിപ്പിക്കും ഇവൻ ദസ്യുക്കളാം രാവണമുഖ്യരെ. ദസ്യുക്കളെന്ന് പറഞ്ഞാൽ ആരാ? ആസുരീയ പ്രവൃത്തികളെ, അവരെ ത്രസിപ്പിക്കുന്ന. അപ്പോൾ അതിൽ കേമൻ അന്ന് രാവണനായിരുന്നു. അപ്പോൾ ത്രസിപ്പിക്കും ഇവൻ ദസ്യുക്കളാം രാവണമുഖ്യരെ എന്നോർത്ത് ഇന്ദ്രൻ ത്രസദ്യസ്യു എന്നു പേരിട്ടു പൈതലിൽ. മാന്ധാവെന്നു പേർ കൊണ്ട ചക്രവർത്തി മഹാശയൻ ദീപങ്ങളേഴും ഒറ്റയ്ക്കു പാലിച്ചാൻ ഭഗവത് പരൻ. അപ്പോൾ ഇവിടെ മാന്താന്താവെന്നു പേർ കൊണ്ട ചക്രവർത്തി മഹാശയൻ ദീപങ്ങളേഴും ഒറ്റയ്ക്ക് 7 വൻകരകൾ പിന്നെ എന്താണെന്നാ പറയുക ഭരിച്ചിരുന്നു. 7 വൻകരകൾ. ഇത് ഗ്ലോബിൽ കാണുന്ന വൻകരകളെന്നാണ് ഞാൻ പറയണതിൻ്റെ അർത്ഥേ. അപ്പോൾ ഭാരതത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. എങ്ങനെ മനസ്സിലാവുക? മൂലത്തിൽ ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ മൂലം ആരാ പഠിച്ചിട്ടുള്ളത്? പഠിച്ചവർ ഇത്ര വിവരിക്കുന്നുണ്ടോ? മലയാളം അറിയണ്ടേ? അതുകൊണ്ടാണ് ഉള്ളത്. അപ്പോൾ മാന്ധാതാവെന്നു പേർ കൊണ്ട ചക്രവർത്തി മഹാശയൻ ദീപങ്ങളേഴും ഒറ്റയ്ക്കു പാലിച്ചാൻ ഭഗവത് പരൻ. ആത്മജ്ഞനെങ്കിലും ദേശകാലകർമാതി സർവവും മാനിച്ച് യജ്ഞാദികളാൽ ആരാധിച്ചാൻ മുകുന്ദനെ. അതാണ്, മുകുന്ദനെ ആരാധിക്കാത്ത ജന്മം പാഴാണ്. ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ പ്രൈം മിനിസ്റ്ററാണ്, ഞാൻ യുനെസ്കോ അല്ലെങ്കിൽ ലോക പിന്നെ കോടതിയിലത്തെ ജഡ്ജാണ് പറഞ്ഞത് യാതൊരു കാര്യമില്ല. ആരാണെങ്കിലും പ്രഥമ പരിഗണന ഈശ്വരോപാസ്യനാണ്. മുകുന്ദപാദാരവിന്ദത്തിൽ രതിയില്ലാത്തവൻ ചത്തതിനൊക്കും ശവനർത്ഥം. അതാണ് ആത്മജ്ഞനെങ്കിലും ദേശകാലകർമാതി സർവവും മാനിച്ച് യജ്ഞാദികളാൽ ആരാധിച്ചാൻ മുകുന്ദനെ. അതായത് ആത്മജ്ഞനെങ്കിലും എന്ന് പറഞ്ഞ അർത്ഥം അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് അദ്ദേഹത്തിനറിയാം. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി, ആരെയും ഹർട്ട് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി കാലകർമാതി സർവവും മാനിച്ച യജ്ഞാദികളാൽ ആരാധിച്ചാൻ മുകുന്ദനെ. ദ്രവ്യം, മന്ത്രം, അനുഷ്ഠാനം, ഹോതാക്കൾ, യജമാനനും ധർമ്മദേശാതി സകലം ഭക്തന്നു ഭഗവന്മയം. ശ്രദ്ധിക്കേണ്ട കാര്യം അത്. ഭക്തന് ഭഗവത്മയം. എങ്ങനെ? ദ്രവ്യം, കാശ്, മന്ത്രം, അനുഷ്ഠാനം, ഹോതാക്കൾ, യജമാനനം, ധർമ്മം, ദേശാദി സകലം ഭക്തന് ഭഗവന്മയം. കാണുന്നതെല്ലാം നാരായണ പ്രതിമ, കേൾക്കുന്നതെല്ലാം നാരായണ മന്ത്രം. അങ്ങനെയുള്ളൊരവസ്ഥ വരണം. അപ്പം ശത്രുവില്ല, മിത്രമില്ല, ഭഗവാൻ മാത്രം. സൂര്യോദയാസ്തമനങ്ങളുള്ള ഇടങ്ങൾ മുഴക്കയും, സൂര്യൻ ഉദയം അസ്തമയം ഉള്ള ഇടങ്ങൾ മുഴുക്കയും മാന്ധാതാവിൻ്റെ രാജ്യങ്ങളെന്നു ചൊല്ലുവൂ മനീഷികൾ. അതായത് സൂര്യരശ്മി ഇല്ലാത്ത സ്ഥലം അദ്ദേഹം പോയിട്ടില്ല, ആവശ്യമില്ല. സൂര്യരശ്മികൾ ഉദയവും അസ്തമവും നടത്തുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിച്ച് നമ്മൾ ഇത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലാതെ കണ്ട് ഒരു ഭാഷയിലോ അല്ലെങ്കിൽ ഒരു സർക്കിളിലോ ഒതുങ്ങുന്നതല്ല സനാതനധർമ്മം. എന്താണെന്നാ പറയുക, പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ തന്നെ സർവവ്യാപി, സർവജ്ഞൻ, എല്ലാ സ്ഥലത്തും 7 വൻകരകളിലും. അപ്പോൾ ഈ തമ്മലടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണതേ. എന്തിനാണ് തമ്മലടിക്കുന്നത്? എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കണം.
ഉണ്ടായതൊക്കെ നശിക്കും. ഇത് ആദികാലം മുതൽക്കുള്ളതാണ്, അനാദികാലം മുതൽക്കുള്ളതാണ്. ഇതിന് നാശമില്ല. ആരൊക്കെ നമ്മളെ ഭരിച്ചു, പക്ഷെ ഇതിന് നാശം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പറയണു, പിറന്നു ബിന്ദുമതിയിൽ ആ നൃപേന്ദ്രനു പുത്രരായി. ഈ മാന്ധാന്താവ് ചക്രവർത്തിക്ക് പിറന്നു ബിന്ദുമതിയിൽ ആ നൃപേന്ദ്രന് പുത്രരായി. പുരുകുൽ സ അംബരീഷന്മാർ, പുരു ഒരാള്, കുൽസ അംബരീഷന്മാർ, യോഗിയാം മുചുകുന്ദനും, 4 ആള്. പെൺമക്കളമ്പതും സൗഭരിയെ വേട്ടോർകളെ വരും. പെൺമക്കൾ 50 ആളുണ്ടായി. ഇത് 4 ആൺകുട്ടികളാ. പെൺമക്കളമ്പതും സൗഭരിയെ വേട്ടോർകളെ വരും. കാളിന്തിക്കുള്ളിൽ എങ്ങാണ്ടോ തപസ്സിൽ മുഴങ്ങിയിടവേ. എവിടെ തപസ് ചെയ്ത്? കാളിന്തിക്കുള്ളിൽ, കാളിന്തി നദിക്കുള്ളിലാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. തപസ്സിൽ മുഴുകിയിടവേ മത്സ്യങ്ങൾ തൻ കേളി കണ്ടു മനസ്സിളകി മാമുനി. എവിടെയാണ് തെറ്റുപറ്റുക? വെള്ളത്തിൽ മത്സ്യങ്ങൾ ഇണചേരുക, തമ്മിൽ നോക്കി നിൽക്കുള്ളൂ, ശരീരം തൊടില്ല. അവർ ദൃഷ്ടി കൂടെയാണ് പുത്രോത്പാദനം, അണ്ടം ഇടിപ്പിക്കൽ, അണ്ടം അത് സ്വീകരിക്കലൊക്കെ. മത്സ്യങ്ങൾ തൻ കേളി കണ്ടു മനസ്സിളകി മാമുനി. മാന്ധാന്താവോടുടൻ ചെന്നു യാചിച്ചാനൊരു കന്യയെ. കുറച്ച് കുട്ടികളുണ്ടല്ലോ, ഒരു കുട്ടീനെ എനിക്ക് തരൂ. അപ്പം ഈ മായ എപ്പോഴാണ് നമ്മളെ വശം കെടുത്തുക എന്ന് പറയാൻ പറ്റില്ല. സ്വയംവരത്തിൽ വേണ്ടുന്നോൾ വരിച്ചോട്ടെ, എനിക്കതിൽ ഇഷ്ടം താനെന്നുരച്ചാളൊരു മട്ടിൽ മടക്കവേ. ഇദ്ദേഹത്തിന് ഈ കുട്ടികളെ കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം എന്ത് പറഞ്ഞു? സ്വയംവരത്തിൽ വേണ്ടുന്നോൾ, സ്വയംവരം നിശ്ചയിക്കാം, അവർ ആരേനെ വരിക്കണോ അവരായിക്കോട്ടെ, അല്ലാണ്ട് ഞാൻ അതിലിടപെടില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് ശരിയായ കാര്യം. അച്ഛനും അമ്മയും മനസ്സിലാക്കണം, ജീവിക്കേണ്ടത് മക്കളാണ്. നമ്മൾ ഈ കുട്ടികൾ, പേരക്കുട്ടികൾ നോക്കുന്നു വിചാരിച്ചിരിക്കുന്ന തെറ്റ്. നമ്മൾ ശാസ്ത്രീയമായി 50 വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സന്യാസം വാനപ്രസ്ഥം സ്വീകരിക്കണം. വാനപ്രസ്ഥം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സാകുന്ന കാട് വെട്ടിത്തെളിച്ച് അതിൽ പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വാസുദേവ ചൈതന്യത്തിനെ അനുസന്ധാനം ചെയ്ത് 75 വയസ്സ് കഴിയുമ്പോൾ സന്യസിക്കുക. എന്താ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ? സ്വയം ആർജിച്ചത് മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടി കൊടുക്കുക. നമ്മളെ സംരക്ഷിക്കാൻ നമ്മളുണ്ട്. നമ്മുടെ കർമ്മഫലം നമ്മുടെ ഒപ്പം ഉണ്ടാവും, നല്ല നിലയ്ക്കാണെങ്കിൽ. അതിൽ വിശ്വാസം വേണം. അല്ലാതെ കൊണ്ട് ഞാൻ എൻ്റെ മരണശേഷം ഞാനെല്ലാം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അങ്ങനെ എല്ലാവരും ചെയ്യണം. വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എംടെക്കും എംഫില്ലും PhD ഒന്നുമല്ല. പിന്നെയോ ശാസ്ത്രീയ പരിചിന്തനം, ശാസ്ത്രങ്ങളെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് മനനം ചെയ്ത് തെറ്റുപറ്റാത്ത കൂടുതൽ ഇരിക്കാൻ സാധിക്കണം. അപ്പോൾ സ്വയംവരത്തിൽ വേണ്ടുന്നോൾ വരിച്ചോട്ടെ, എനിക്കതിൽ ഇഷ്ടം താനെന്നുരച്ചാ ആളൊരു മട്ടിൽ മടക്കവേ. ആളെ പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞിട്ട് ഓർത്താൻ മഹർഷി ജരയും നരയും നോക്കി ഇങ്ങനെ നിന്നിച്ചതാണ്, അങ്കനകൾക്കിഷ്ടമാവില്ല തീർച്ചയാം. ഓഹോ, ഇയാൾ നമ്മൾക്കൊരു താങ്ങിയതാണ്. കാരണം എൻ്റെ താടിയും തലയൊക്കെ നരച്ചു, ക്ഷീണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ കുട്ടികൾ അച്ഛന് ഇഷ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഒഴിവാക്കിയതാവും എന്നാണ് അതിൻ്റെ ധ്വനി. ഓർത്താൻ മഹർഷി ജരയും നരയും നോക്കി ഇങ്ങനെ നിന്ദിച്ചതാണ്, അങ്കനങ്ങൾക്ക് ഇഷ്ടമാവില്ല അത് തീർച്ചയാം. ഇനി 43-ാമത്തെ ശ്ലോകമാണ് എനിക്ക് ചെല്ലാനുള്ളത്. അതിൽ ഞാൻ എന്തൊക്കെയാണ് എഴുതി വെച്ചിരുന്നത്? മൈ ഗാഡ്, പോയിന്റ് ടു ബി നോട്ടഡ്, ഗുണപാഠം. ഒന്ന് മൈ ഗോഡ്, ആശ്ചര്യം. പോയിന്റ് ടു ബി നോട്ടഡ്, നമ്മൾ മനസ്സിലാക്കണം. ഗുണപാഠം എന്താ? എന്നാലും ഈ മറ്റുള്ളവർക്ക് ഇങ്ങൊരു പാഠം പഠിക്കുവാൻ. ആർക്ക്? ഈ ജരാനരകളുണ്ട എന്നുള്ള നിലയ്ക്ക് ഒരു വഴുതൻ ഈ മത്സ്യത്തിനെ പിടിച്ച കൂട്ടത്തിൽ ഈ കുളത്തിലുള്ള മത്സ്യം വഴുപ്പ് ജാസ്തി ഉണ്ടാവും.
അപ്പോൾ അതേപോലെ അവിടെ ഇവിടെയും തൊടാണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ജീവിതത്തിൽ. ചോദിച്ചതിന് ഉത്തരം പറയൂല, എന്നാ പറഞ്ഞോ പറയുന്നില്ല, അങ്ങനെ. അപ്പോൾ എന്നാലും ഈ മറ്റുള്ളവർക്ക് ഒരു പാഠം പഠിക്കുവാൻ തപസ്സിൻ ഫലം ഒട്ടൊന്നു ചിലവാക്കാനുറച്ചു ഞാൻ. ഞാൻ കുറേ തപസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഭാഗം കുറച്ച് ചിലവാക്കി എൻ്റെ ജരി നിരക്കുന്നുണ്ട് മാറ്റിക്കളെ. വിൺപെൺമണികളും കാൺകിലുടൻ താൻ ഓടി വന്നിടും. ദേവസ്ത്രീകൾ കൂടി ഇദ്ദേഹത്തിനെ കണ്ടാൽ ഓടി വരുന്ന കൂട്ടത്തിലൊരു രൂപമാറ്റം, പ്ലാസ്റ്റിക് സർജറി ഒക്കെ നടത്തിയ അദ്ദേഹം. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഇപ്പോഴത്തേതല്ല, പണ്ടുണ്ട്. തപസ് ചെയ്യണം, തപസ് ചെയ്തുറക്കേ പറ്റുള്ളൂ, നിഷ്കാമകർമ്മം. വിൺ പെൺമണികളും കാൺകിലുടൻ താനോടി വന്നിടും. രാജപുത്രികൾ തൻ കാര്യം മുര ചെയ്യേണ്ടതില്ല ഇനി. ആവിധം അതേപോലെ ദിവ്യ സൗന്ദര്യമാർന്ന് വിപ്രയുവാവിനെ അന്തഃപുരത്തിലെ കമ്പാർന്നോരാൾ വന്നണിയിക്കവേ. ആവിധം ദിവ്യ സൗന്ദര്യമാർന്ന വിപ്രയുവാവിനെ, ബ്രാഹ്മണ യുവാവിനെ, അദ്ദേഹമാണ് തപസ് ചെയ്തത്. അന്തഃപുരത്തിലെ കമ്പാർന്നൊരാൾ, അന്തഃപുരത്തിലെ കമ്പം ആർന്നിട്ടുള്ള ഒരാൾ വന്നണീക്കവേ രാജകന്യകളെല്ലാവരും നാണിച്ചും കൊണ്ടു ചൊല്ലുകയാം. ഒരാളെ ചോദിച്ചതിന് വരാം, എത്ര മക്കളുണ്ട്, അവരെല്ലാവരും ഒരു തീരുമാനമിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇയാളെ കല്യാണം കഴിക്കാം. രാജകന്യകളെല്ലാവരും നാണിച്ചും കൊണ്ടു നൽകയാം. എനിക്കാണത്രയും യോജിപ്പ്, അല്ല നീയല്ല ചൊല്ലുവാൻ ജ്യേഷ്ഠത്തെയാം ഞാൻ. നീ മാറുക ഈ വിധം കലഹിച്ചുടൻ 50 ആളുകളും തന്നെ വരിച്ചാരെന്തു ചൊല്ലിടാം. അപ്പോഴാണ് ഈശ്വരമായ ഒരച്ഛനും അമ്മയും അല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മളിതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ചിലവർക്ക് നിറവില്ല, ചിലവർക്ക് വിദ്യാഭ്യാസമില്ല, ചിലവർക്ക് മുഖത്ത് ഐശ്വര്യമില്ല എന്നൊക്കെ പറയും ആൾക്കാർ, പറഞ്ഞിട്ടുണ്ടാവും ബുദ്ധിയില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈശ്വരഹിതം എന്നുള്ളത് എൻ്റെ ഡിഫറൻ്റാണ്, അതിൽ വിശ്വാസം ഉണ്ടാവണം. അങ്ങനെ വിശ്വസിച്ച് തീരുമാനിച്ചിട്ടുള്ളവരൊക്കെ എന്ത് വന്നാലും എന്ത് നെഗറ്റിവിറ്റീനെയും പോസിറ്റിവിറ്റി ആക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇന്നലെ ഞാൻ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, ഫോണ് നോക്കാൻ പറ്റില്ല, അപ്പോൾ ഫോണ് ചാർജ് ചെയ്യാൻ വെച്ചു. അപ്പോഴാണ് ഒരു സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഞാൻ നോക്കി സീരിയൽ എന്താ നടക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മകൻ വിവാഹം കഴിച്ച പെൺകുട്ടീനെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ലഹളൊക്കെ കൂടി ഉടക്കം കാലം ഈ കല്യാണം കഴിച്ച ആളുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ പെൺകുട്ടീനെ വലിയ ഇഷ്ടമാണ് ഇനി. അപ്പോൾ അതിൽ അവർ രണ്ടാളും കൂടിയിട്ട് ഈ കുട്ടീനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്, അതായത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഒരു കല്യാണം കഴിച്ച വരന് എന്ത് തന്നെ പോരായ്മ ഉണ്ടെങ്കിലും അത് പോസിറ്റീവ് ആക്കേണ്ട ചുമതല അല്ലെങ്കിൽ സാമർത്ഥ്യം സ്ത്രീക്കാണ്, പെൺകുട്ടിക്കാണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണത് അല്ലേ. രണ്ടുമുണ്ട്. ആണിനും ഒരിക്കലും ആണും ഭാര്യനെ ധിക്കരിക്കരുത്, ഭാര്യയും ഭർത്താവിനെ ധിക്കരിക്കരുത്. അപ്പോഴാണ് ജീവിതത്തിന് സൗകുമാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ആത്മാനന്ദം, സച്ചിദാനന്ദം അതൊക്കെ അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ ഡിവൈനാണ്. ഡിവൈൻ എന്ന് പറഞ്ഞാൽ ഈശ്വരീയതയാണ്, അല്ലാതെ ശാരീരികമായിട്ടുള്ളത് ദുഃഖത്തെ തരുന്നതാണ്. ഞാൻ കുറേ കൂടി പ്ലെയിനായിട്ട് പറയാം. തൽക്കാലം സുഖമാണെന്ന് തോന്നും, പക്ഷേ അവജ്ഞ ഉണ്ടാക്കുന്നൊരു പ്രക്രിയയാണ് ഈ ശാരീരിക സുഖം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ ഈ ഗുരുകുല വിദ്യാഭ്യാസം എന്നുള്ള പറഞ്ഞാൽ ശിഷ്യനെ വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സൗകര്യം. ഇപ്പോഴത്തെ മാതിരി ക്ലാസ് റൂമല്ലല്ലോ, കുറേ ആൾക്കാരില്ലല്ലോ, ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് അപ്പോൾ പറഞ്ഞു കൊടുക്കുക ചെയ്യണത്. ചിലവർക്ക് പരസ്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല.
അപ്പം ഇവിടെ എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? രാജകന്യകളെല്ലാരും നാണിച്ചും കൊണ്ടു ചൊൽകയാം, എനിക്കാണത്രയും യോജിപ്പ്, അല്ല നീയല്ല ചൊല്ലുവാൻ ജ്യേഷ്ഠത്തിയാം ഞാൻ, നീ മാറുക ഈ വിധം കലഹിച്ചുടൻ 50 ആളുകളും തന്നെ വരിച്ചാർ എന്തു ചൊല്ലിടാം. ഓരോരാൾക്കും തപസ്സിൻ്റെ ബലമാം മണിമന്ദിരം. ഇത് ശ്രീകൃഷ്ണനല്ല ചെയ്യണത്, ഒരു ഋഷി തപസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് 50 കന്യകമാർക്കും 50 മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ പറഞ്ഞു ഓരോരാൾക്കും തപസ്സിൻ്റെ ബലമാം മണിമന്ദിരം, സുവർണാഭരണം പട്ടുമെത്ത കട്ടിൽ മനോഹരം, കുളം കിണർ മലർത്തോപ്പും മറ്റും പ്രത്യേകം അത്ഭുതം. ചക്രവർത്തി ഇതെല്ലാം കണ്ട് ആശ്ചര്യപ്പെട്ടു നിന്നുടൻ. അപ്പോൾ ചക്രവർത്തിയാണോ വലുത്, ബ്രാഹ്മണശ്രേഷ്ഠനാണോ വലുത്? ബ്രാഹ്മണശ്രേഷ്ഠനാണ് വലുത്. കാരണം ഭുജബലം കയ്യിന് ഊക്കുണ്ട് ആർക്ക്? ക്ഷത്രിയന്, രാജാവിന്. അതുകൊണ്ടാണല്ലോ 7 വൻകരകളുടെയും ചക്രവർത്തിയായി എന്ന് പറഞ്ഞത്. പക്ഷെ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണ്യമുള്ളവൻ തപസ് ചെയ്തിട്ടുള്ള അസറ്റ്, ശക്തി, ശ്രേയസ്, അത് ഒരാൾക്കും ട്രൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചക്രവർത്തി ഇതെല്ലാം കണ്ട ആശ്ചര്യപ്പെട്ടു നിന്നുടൻ ഓർത്താൻ ഈ മുനിതൻ മുന്നിൽ ഈയുള്ളോൻ കേവലം പുല്ലാണ്. അത്രയെന്താ പറഞ്ഞത്? ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഭാരതീയ തത്വശാസ്ത്രത്തിൽ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ പറയാൻ കാരണം? ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സാധാരണ ആൾക്കാരെ പോലെ 100ഉം 200ഉം 1000ഉം 2000 സപ്താഹങ്ങൾ ചെയ്തിട്ടില്ല. ഒരു 10-25 സപ്താഹങ്ങൾ. പക്ഷേ ആ 10-25 സപ്താഹങ്ങൾ കിട്ടിയിട്ടുള്ള ആദരവ് നോക്കുകയാണെങ്കിൽ വളരെയധികം അസൂയാവഹം തന്നെ വേണം പറയാൻ. അസൂയാവഹം. കാരണം എത്രയോ കോടീശ്വരന്മാർ നമ്മളെ ശ്രദ്ധിക്കുക, നമ്മൾ പറയണത് ശ്രദ്ധിക്കുക, അതിലവർക്ക് ആദരവുണ്ടാവുക. പക്ഷെ അത് നമ്മൾക്കുള്ളതല്ല, ഭഗവാനുള്ളതാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എനിക്ക് കിട്ടുന്ന ആദരവ് എനിക്കല്ല, എന്നിലുള്ള ചൈതന്യത്തിനാണ്, എൻ്റെ ഗുരുഭൂതന്മാർക്കാണ്, എൻ്റെ പിതാവിനാണ്, എൻ്റെ മാതാവിനാണ്, കുറച്ച് എൻ്റെ ഭാര്യയ്ക്കുമുണ്ട്. കാരണം എന്താ? കൂടെ കിടക്കണവനെ രാപ്പിനെ അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക്, എൻ്റെ മകളൊക്കെ എന്നെ വളരെ ശ്രദ്ധയോടുകൂടി ശാസിച്ചിട്ടുണ്ട്. എന്താ ശാസന? അച്ഛൻ കാശിൻ്റെ പിന്നാലെ പോകരുത്. എൻ്റെ മകൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾക്ക് കാശ് ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾക്ക് എന്തുണ്ട്? മാനം, അഭിമാനമുണ്ട്. അച്ഛനിപ്പോൾ നാട്ടിൽ പോയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചോളൂ, അല്ലെങ്കിൽ വേദാന്തം പഠിപ്പിച്ചോളൂ, കാശ് മാത്രം വാങ്ങരുത്. ഞാൻ ആ കുട്ടീനെ മനസ്സുകൊണ്ട് നമിക്കുകയാണ്. കാരണം ആർത്തിയില്ലല്ലോ, കിട്ടുന്നതുകൊണ്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പം എന്താ അത് പറയാൻ കാരണം? ഓർത്താൻ ഈ മുനിതൻ മുന്നിൽ ഈയുള്ളോൻ കേവലം തൃണം. അങ്ങനത്തെ അവസ്ഥകൾ നമുക്കുണ്ടാവുമ്പോൾ ഈശ്വരനോട് അടുത്ത് നിൽക്കുന്ന ആളാണ് നമ്മളെന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ താഴാതെ കണ്ടിരിക്കാൻ നമ്മൾ ഔത്സുക്യം കാണിക്കണം. ആരെയും നിന്ദിക്കരുത്. അപ്പോൾ പറഞ്ഞു, കുറേ കാലം സൗഭര്യാംബിതം ഭോഗം ഭുജിക്കലും നെയ്യാൽ തീ പോലെ പെരുകിടുകയാം വിഷയാഗ്രഹം. ഈ വെള്ളത്തിൽ തപസ് ചെയ്യുമ്പോൾ 2 മീനുകൾ പരസ്പരം നോക്കി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയാഗ്രഹം, അത് 50 എന്താണെന്ന് പറയുക, ചക്രവർത്തിയുടെ മക്കളെ കിട്ടിയിട്ടും തീയിൽ
നെയ്യ് ഒഴിക്കുന്ന പോലെ കൂടുക എന്നല്ലാണ്ട് കുറയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിജ്ഞാന വൈരാഗ്യം വളർത്തി ഗൃഹം, അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അതെല്ലാം മായയുടെ ബൈ പ്രോഡക്ട്സ് ആണെന്ന് മനസ്സിലാക്കി മായയില്ലാത്ത മനസ്സ് ഭഗവാന് കൊടുത്ത് അതിൽ ഈശ്വരീയത മാത്രമാണെങ്കിൽ അതിൽ ലയിക്കാനാണ് പിന്നെ പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കലാണ് ഭക്തിജ്ഞാന വൈരാഗ്യം കൊണ്ട് ധർമാർത്ഥ കാമ മോക്ഷം പ്രാപിക്കുക എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ, ഈ നെയ്യാൽ തീ പോലെ പെരുകിയിടുകയാം വിഷയാഗ്രഹം, അത് നമ്മൾ ഓർമ്മ വയ്ക്കണം. എന്നിട്ടോ പുണ്യത്താൽ ഒരു നാളോർത്താൻ, പുണ്യം ഉണ്ടെങ്കിലേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതിൽ നമ്മൾ മുങ്ങിപ്പോവും. പുണ്യത്താൽ ഒരു നാളോർത്താൻ മഹാത്മാവാം ഋഷീശ്വരൻ തനിക്കു മത്സ്യസംഘത്താൽ തപോനാശം അണഞ്ഞതായി. തപസ്സിൻ്റെ നാശം വരാതെ ഇരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. വ്രതവും നോമ്പുമായേറെ കാലം കർമ്മങ്ങൾ ചെയ്തതും വെള്ളത്തിൽ മുങ്ങി ധ്യാനിച്ചുള്ളതും മറ്റു സമസ്തവും. എന്താ? വ്രതം നോമ്പുമായേറെ കാലം കർമ്മങ്ങൾ ചെയ്തതും വെള്ളത്തിൽ മുങ്ങി ധ്യാനിച്ചുള്ളതും മനസ്സ് സമസ്ത മറ്റു സമസ്തവും നശിച്ചല്ലോ മത്സ്യസംഘം നോക്കിപ്പോവുക കാരണം. അപ്പം കണ്ണേ മടങ്ങൂ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ആവശ്യമില്ലാത്തത് കാണാൻ തുടങ്ങിയാൽ കണ്ണിനോട് പറയണം കണ്ണേ മടങ്ങൂ. ഹൃദയത്തോട് പറയണം മുകുന്ദപാദാരവിന്ദം അല്ലാണ്ട് വേറൊരു കാര്യം മനസ്സിൽ വെച്ച് നടക്കണ്ട കേട്ടോ എന്ന് പറയണം. അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു നശിച്ചല്ലോ മത്സ്യസംഘം നോക്കി പോവുക കാരണം ആകയാൽ ഉള്ളിൽ ഉത്കർഷ വാഞ്ചയുള്ളവനേവനും. അതാണ് ഗുണപാഠം. ഉത്കർഷ വാഞ്ചുള്ളവൻ എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ ജയിക്കണം. സ്വാദിൻ്റെ പിന്നാലെ പോവരുത്, കാഴ്ചയുടെ പിന്നാലെ പോവരുത്, സ്പർശനസുഖത്തിൻ്റെ പിന്നാലെ പോവരുത്. നശിച്ചല്ലോ മത്സ്യസംഘം നോക്കി പോവുക കാരണം ആകയാൽ ഉള്ളിൽ ഉത്കർഷ വാഞ്ചയുള്ളവനേവനും വിഷയേശുക്കളായി ഒട്ടും. ഇത് മനസ്സിലാക്കാണ്ട് നമ്മൾ പറ വെച്ചാൽ സന്തതി ഉണ്ടാവും, പുടവ വെച്ചാൽ കല്യാണം കഴിയുമെന്ന് ഞാൻ എങ്ങനെയാ ഒരു സപ്താഹത്തിൽ പറയുക? എൻ്റെ തിസീസ് വൈരാഗ്യം ജനിപ്പിക്കലാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഒന്നിനോടും ഒരു വിശേഷപ്പെട്ട അനുരാഗം ഉണ്ടാവരുത്. ആവാം, എക്സെപ്റ്റ് ദി ഗോഡ്ലിനെസ് ആവാം. ടു ബി കൈൻഡ് ടു ആൾ, അതോ അത്രേ ഉള്ളൂ. അതിൽ വേറെ ഒന്നും നമ്മൾ വേണ്ട. അപ്പോൾ വിഷയേശുക്കളായോട്ടും സംസർഗം ചെയ്തു പോകല, അതാണ് സംഘം വിടണമെന്ന് പറയണത്. ഇന്ദ്രിയങ്ങൾ മുകുന്ദലെന്നും മുട്ടിക്കും ആവിധം. ഇന്ദ്രിയങ്ങൾ ഭഗവാനിൽ ലയിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. കാലുകൾ ക്ഷേത്രങ്ങൾ പ്രദക്ഷിണം ചെയ്യാൻ, കൈകൾ ഭഗവത് വിഗ്രഹങ്ങൾ തൊഴാൻ, ശിരസ് ഭഗവത് പാദാരവിന്ദത്തിൽ നമിക്കാൻ, നാവ് നാമങ്ങൾ ഉച്ചരിക്കാൻ, നാസാരന്ധ്രം ഭഗവാന്റെ പ്രസാദം ഘ്രാണിക്കാൻ, ചെവി ഈശ്വരനാമങ്ങൾ സത്സംഗങ്ങൾ കേൾക്കാൻ, ശരീരം ഭഗവാന്റെ ആലയങ്ങൾ ശയനപ്രദക്ഷിണം ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഈ ഗുരുവായൂർ ശിവേലിക്ക് ആന എഴുന്നള്ളിക്കുമ്പോൾ ഒരാൾ ഒരു മുച്ചക്രം ഉരുട്ടി പിന്നാലുണ്ടാവും, പിന്നെ ചൂലും മുറയായിട്ട്. എന്തിന്? ആനപ്പിണ്ടം വീണെടുത്തിടാൻ വേണ്ടിയിട്ട്, കളയാൻ കൊണ്ടിട്ട്. ഒരു കാലത്ത് ഇത് ഉണ്ടായിരുന്നില്ല, എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ ആന മൂത്രം ഒഴിച്ചാൽ ചിലവർ കുറച്ച് വെള്ളം ഒഴിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ എത്രയോ എന്താണെന്നാ പറയുക, ശയനപ്രദർശനം ചെയ്തിട്ടുണ്ട്. ഒരു 21.5 വയസ്സിൻ്റെ ഉള്ളിൽ വളരെ അധികം ശബരിമലയിലും എവിടൊക്കെ ഞാൻ പോയിട്ടുണ്ട്.
ഗുരുവായൂരും ശബരിമലയിലും ശയന പ്രദർശനം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ വായിക്കാൻ തോന്നിയതും ഇപ്പോഴും ഇത് വായിപ്പിക്കുന്നതും ഭഗവാൻ അതിൻ്റെയൊക്കെ ഒരു ഗൗരവം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ സമ്പാദിച്ചത് ചോദിച്ചാൽ ഇതാണ് ഞാൻ സമ്പാദിച്ചിട്ടുള്ളത്. എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന 2 കുട്ടികളെ, അപകടകാരിയല്ലാത്ത ഭാര്യ, ഇനി അങ്ങനെയും പറയാം, പാവം അപകടകാരിയല്ല. അപ്പോൾ ഭാര്യ എങ്ങനെ ത്യജിക്കണു അതിനേക്കാൾ മീതെ ഞാൻ ത്യജിക്കാൻ പഠിച്ചു. എൻ്റെ അച്ഛനെ ഒരു മോഡലായിട്ട്. എൻ്റെ അമ്മയോട് 2ാം വിവാഹമാണെങ്കിലും എത്രത്തോളം സിമ്പതിയോട് കൂടിയിട്ടാണ് അവരെ വെച്ചിരുന്നതെന്നുള്ള എനിക്കറിയാം. പ്രായം കൊണ്ടും വളരെ വ്യത്യാസം, പഠിപ്പ് എൻ്റെ അമ്മയ്ക്ക് തീരില്ല, അച്ഛന് വലിയ. ഞാൻ എന്തിനാ അതൊക്കെ പറഞ്ഞത് ഉണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ പലവർക്കും പല സംശയവും ഉണ്ടാവും. ആ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ്, വിത്തൗട്ട് എനി ഫീസ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ മുകുന്ദലെന്നും മുട്ടിക്കും ആ വിധം മഹാത്മാക്കളോടല്ലാതെ വേഴ്ചയാശിക്കിൽ വീണുപോവും. ഒരൊറ്റ 2 വരി, ചെറിയ വരികളാണ്, ഒരൊറ്റ ശ്ലോക 56-ാമത്തത്. ഇത് നമ്മുടെ ഓർമ്മയിൽ വേണം. മഹാത്മാക്കളോടല്ലാതെ വേഴ്ച ആശിക്കിൽ വീണുപോവും. ഭഗവത് ധ്യാനവും ശീലിച്ച് ഒറ്റയ്ക്ക് ആനന്ദമാർന്നവൻ, ഒറ്റയ്ക്ക് ഭഗവത് ധ്യാനവും ശീലിച്ച് ഒറ്റയ്ക്ക് ആനന്ദമാർന്നവൻ മത്സ്യത്തെ കണ്ട് 50ഉം 5000വുമായി ഞാൻ. മത്സ്യത്തിനെ കാണുക കാരണം എന്തായി? 50 ആൾക്ക് പിന്നെ ഭർത്താവായി, അതിൽ കുട്ടികളൊക്കെ ആയി അല്ലേ? മഹാകഷ്ടം മായയിൽ പെട്ടു വെറും വിഷയസേവനം അല്ലേ? ആലോചിച്ച് നോക്കൂ. വെറും വിഷയസേവനം ചെയ്തുകൊണ്ട് എൻ മഹത്തായ ജന്മം പാഴാക്കുകയില്ല ഇനി. ഈ ഒരു തീരുമാനത്തിൽ തരണം. സംഭവിച്ചു. എത്ര വഴിയാലും കുഴപ്പമില്ല, ഈ ഒരു തീരുമാനം ഉണ്ടാവണം. വിഷയസേവനം ചെയ്തുകൊണ്ടൻ മഹത്തായ ജന്മം പാഴാക്കുകയില്ല ഇനി. ഈ മട്ട് ഉറച്ച് ആ യോഗീന്ദ്രൻ വനമാർന്നു തപസ്സിനായി പത്നിമാരാം സതേകളും ആവിധം ചെയ്തു ധന്യകൾ. പത്നിമാർ ധന്യരാവിളപ്പള. ഇതിൻ്റെ ഇടയ്ക്ക് സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, വളരെ എനിക്കിഷ്ടമായിട്ട് തോന്നി. സ്ത്രീകൾ അവരുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊണ്ടുവന്നത് പുരുഷൻ്റെ റൈറ്റ് അല്ല എന്നാണ്. ശരിയാണത്. കാരണം അവരവൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുക, അവരവരെ സ്നേഹിക്കുക, ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സമ്പത്ത് നമ്മൾ വാങ്ങരുത്. ചുരുക്കത്തിൽ ഞാൻ പഠിച്ചതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ? പത്നിമാരാം സതികളും ആവിധം ചെയ്തു ധന്യകൾ. അപ്പം സ്ത്രീകൾ ധന്യകളാവണമെങ്കിൽ ഭർത്താവിൻ്റെ ചെയ്തികളിൽ താല്പര്യം ഉണ്ടാവണം. ആത്മജ്ഞൻ അവിടം ദേഹം ശോഷിപ്പിക്കും തപസ്സിനാൽ. ഈ തപസ് എന്തിനാ? ശരീരം സൂക്ഷിക്കണം. രജോ ഗുണം തമോ ഗുണം ഇല്ലായ്മ ചെയ്യലാണ് ശ്രോതാക്കളെ ഇതിൻ്റെ ഉദ്ദേശം. ഞാൻ വളരെ തുറന്ന് സംസാരിക്കണമെന്ന് മാത്രം. ആത്മജ്ഞനവിടം ദേഹം ശോഷിപ്പിക്കും. ആത്മജ്ഞാനം ആയാൽ പിന്നെ ശരീരത്തിൻ്റെ തുഷ്ടി അല്ല നോക്കുക, മനസ്സിൻ്റെ പുഷ്ടിയാണ് നോക്കുക. മനസ്സും കർമ്മവും മറ്റും അർപ്പിച്ചാൻ അഖിലേശനിൽ ഹരേന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ. എനിക്കറിയാം ഹരേ. യോഗീന്ദ്രനാം സൗഭരിതൻ പ്രഭാവം നിമിത്തം ആ ധന്യതപസ്സിയിങ്കൽ ലയിച്ചുതൻ പത്നികളും. അവർ ധന്യമാരാണ്.
അലയിച്ചുതൻ പത്നികളും ശമിക്കും അഗ്നിക്കെഴും ജ്വാലകളെന്ന പോലെ. ഈ തീയിൽ നെയ്യ് ഒഴിക്കുന്ന കൂട്ടത്തിലല്ല, തീയിൽ നെയ്യ് ഒഴിക്കാണ്ട് ആവശ്യമുള്ളവർക്ക് കഴിക്കാൻ കൊടുത്തു. അപ്പം എന്താ, ഈ തീ കിട്ടും. അപ്പം എൻ്റെ ഉള്ളിലുള്ള കാമാഗ്നി അണയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിനെ തളർത്തണം. അതെങ്ങനെ? നാരായണ 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 നാരായണ. അല്ലാണ്ട് ശരീരത്തിനെ തളർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പോൾ യോഗീന്ദ്രനാം സൗഭരിതൻ പ്രഭാവം നിമിത്തം ആ ധന്യതപസ്യങ്കൽ ലയിച്ചുതൻ പത്നികളും ശമിക്കും അഗ്നിക്കെഴും ജ്വാലകളെന്ന പോലെ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ വിഭൂതികാണ്ഡേ വിംശാധികദ്വിശതമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.